അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാമത്തെ ജുസ് സൂറത്തുൽ അൻഫാലിലെ 5 പേജും സൂറത്ത് തൗബയിലെ 15 പേജും. സൂറത്തുൽ അൻഫാലും തൗബയും ഏകദേശം ഒരേ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അഥവാ ഹിജറ, ജിഹാദുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രധാനമായിട്ടും ജിഹാദുമായി ബന്ധപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പം ബദറിൽ സഹായിച്ചത്, സമരാർജിത സ്വത്തുകൾ എങ്ങനെ ഭാഗിക്കണം, അതുപോലെ ജിഹാദിന് പോകാൻ മടിച്ചു നിൽക്കുന്ന മുനാഫിക്കുകൾ തുടങ്ങി പല സംഗതികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്തുൽ അൻഫാലിൽ ബദറിലെ സഹായത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു, കഴിഞ്ഞ ജുസിലെ പേജുകളിൽ പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല അറിയിക്കുന്ന ഒരു സംഗതി, ബദറിൽ നിങ്ങളെ അല്ലാഹു തആല നിങ്ങളുടെ തന്നെ അറിവ് പോലും ഇല്ലാതെ കൊണ്ടെത്തിച്ചു. അഥവാ രണ്ടാലൊരു സംഘത്തെ കീഴ്പ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഒന്നുകിൽ അബൂ സുഫിയാൻ്റെ കീഴിലുള്ള കച്ചവട സംഘം, അല്ലെങ്കിൽ വരുന്ന സൈന്യം. സ്വാഭാവികമായിട്ട് മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചത് യുദ്ധം ഒഴിവാക്കാനും ഈ കച്ചവട സംഘത്തെ പിടിക്കാനുമാണ്. എന്നാൽ അല്ലാഹു തആല തീരുമാനിച്ചത് അവരെക്കാൾ, മുസ്ലിമീങ്ങളെക്കാൾ വലിയ ശക്തിയുള്ള നിഷേധികളുടെ സൈന്യത്തെ തന്നെ നേരിടുകയും മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയം നൽകുകയും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് വിജയം എന്ന് കാണിച്ചു കൊടുക്കാൻ സത്യാസത്യ വിവേചനത്തിൻ്റെ യൗമുൽ ഫുർഖാനായിട്ട് അല്ലാഹു തആല ബദറിൻ്റെ ദിവസത്തെ തിരഞ്ഞെടുത്തു. ജീവിക്കുന്നവർ തെളിവോടെ ജീവിക്കട്ടെ, നശിക്കുന്നവർ തെളിവോടെ നശിക്കട്ടെ. ആ രീതിയിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വ്യക്തമായ വിജയം ബദറിൽ നൽകി. ഇതാണ് ഈ 10ാമത്തെ ജുസിൽ 1ാമത്തെ പേജിൽ പറയുന്ന സംഗതി. ശേഷം ഓർമ്മപ്പെടുത്താണ്, സത്യവിശ്വാസികളെ നിങ്ങൾ യുദ്ധമുഖത്ത് ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഉറച്ചു നിൽക്കണം, അള്ളാഹുവിനെ നിങ്ങൾ കൂടുതലായി ഓർക്കണം വിജയികളായി തീരാൻ. അപ്പോൾ ദിക്റിൻ്റെ ശക്തി കൊണ്ടാണ് യുദ്ധമുഖത്ത് പോലും വിജയം കിട്ടുന്നതെന്ന് അർത്ഥം. നമസ്കാരത്തിൽ പറഞ്ഞു വലദിക്റുല്ലാഹി അക്ബർ, നോമ്പ് തഖ്വക്ക് വേണ്ടി, അതുപോലെ തന്നെ സകാത്ത് മനസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. അവർ സക്കാത്ത് കൊടുക്കുമ്പോഴും സദഖ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്ന പേടിയോടുകൂടെ ചെയ്യുന്നു. ഹജ്ജ് മുഴുവനും ദിക്റാണ് എന്ന് പറഞ്ഞാൽ ഓരോ അമലിൻ്റെയും അതിൻ്റെ ജീവൻ അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഓരോന്നും അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത്. അതുപോലെ ഒരു ഉപദേശമാണ്, നിങ്ങൾ അബൂജഹലിൻ്റെ സൈന്യത്തെ പോലെ ആകരുത്. വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ്. പല സഹോദരങ്ങളും ആയത്ത് സഹിതം പറയുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാകും എന്ന് സഹോദരങ്ങളും സഹോദരിമാരും അഭ്യർത്ഥിച്ചതുകൊണ്ട് ചില ആയത്തുകളും അത് അങ്ങനെ തന്നെ ഓതി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അഹങ്കാരത്തോടെ വീട്ടിൽ നിന്ന് വന്നവരെ പോലെ നിങ്ങളാകരുത്. അപ്പോൾ അബൂജഹലൊക്കെ പറഞ്ഞതാണ്, ഞങ്ങളുടെ പത്രാസ് ആളുകൾ കാണട്ടെ. അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടു, അവർക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു ഈ സൈന്യത്തിന്. ഞങ്ങളുടെ പത്രാസ് കാണട്ടെ, അറബികൾ അറിയട്ടെ ഞങ്ങളുടെ ശക്തി എന്നൊക്കെ വന്നിട്ടാണ് എല്ലാവരും ചത്ത് കിണറ്റിൽ കിടന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ പോലെ നിങ്ങളാവരുത്. അഥവാ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം എൻ്റെ മാസ് എൻട്രി ആളുകൾ കാണട്ടെ, എൻ്റെ പത്രാസ് ആളുകൾ അറിയട്ടെ എന്ന രീതിയിൽ പോകരുത്. നമ്മൾ ആ ഉള്ള കൂട്ടത്തിൽ ഏറ്റവും സ്വന്തത്തെപ്പറ്റി അള്ളാഹുവിന് മുമ്പിൽ പേടിക്കുന്നവരായിട്ട് മാറണം. ഈ കൂട്ടത്തിൽ ഏറ്റവും എളിയ വ്യക്തി ഞാനാണ്. അള്ളാഹു തആല പിടികൂടാൻ തീരുമാനിച്ചാൽ ഏറ്റവും അപകടത്തിലായി ആയിപ്പോകാൻ സാധ്യതയുള്ള ആൾ ഞാനാണ്. അങ്ങനെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കണം. അതല്ലാതെ ഞാനിവിടെ മാസാകും എന്ന് അബൂജഹൽ പറഞ്ഞതുപോലെ നമ്മൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അതുപോലെ കപടവിശ്വാസികളുടെ അവസ്ഥ പറയുന്നത് കാണാം. അവർ മുസ്ലിമീങ്ങളെ പറ്റി എപ്പോഴും കണ്ടിരുന്നത് ഇവരിങ്ങനെ ദീനിലൊക്കെ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ കേട്ട് വഞ്ചിതരായിപ്പോയല്ലോ എന്ന രീതിയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അൻഫാൽ, തൗബ ഈ സൂറത്തുകളുടെ വിഷയം ഒന്നാണ്. പ്രധാനമായിട്ടും ജിഹാദും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൗബ, സൂറത്ത് തൗബ തുടങ്ങുന്ന സമയത്ത് ബിസ്മി ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം വിഷയം ഒന്നായതുകൊണ്ട് അതൊരു കാരണം. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കോപത്തെക്കുറിച്ച് സൂറത്ത് തൗബയുടെ ആരംഭത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൂറത്ത് തൗബയുടെ ആരംഭത്തിൽ നമ്മൾ ബിസ്മി ഓതാത്തത്. പിന്നെ അൻഫാലിൻ്റെ അവസാനത്തിൽ പറയുന്നൊരു സംഗതി, വഅഇദ്ദൂ ലഹും മസ്തതഅ്തും മിൻ ഖുവ്വ. നിങ്ങൾ എപ്പോഴും നിഷേധികൾക്കെതിരെ, അക്രമികൾക്കെതിരെ സജ്ജമായിരിക്കണം. ആയുധങ്ങളും അതുപോലെ തന്നെ യുദ്ധമുറകളും ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം എന്ന് ഇസ്ലാമിക സമൂഹത്തോട്, ഇസ്ലാമിനെ ആക്രമിക്കാൻ, മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്കെതിരെ, അക്രമികൾക്കെതിരെ സജ്ജരായിരിക്കണം എന്ന നിർദ്ദേശം അല്ലാഹു തആല സൂറത്തുൽ അൻഫാലിൽ നൽകുന്നുണ്ട്. പിന്നെ സൂറത്തിൻ്റെ അവസാനത്തിൽ ഹിജറ, ജിഹാദ് ചെയ്യുന്നവർ, അവരെ സഹായിക്കുന്നവർ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് പറയുമ്പം ഹിജറ, ജിഹാദ് എന്ന വാക്കിൻ്റെ ദുർവ്യാഖ്യാനവും അതുപോലെ തന്നെ അതിനെ തെറ്റായി മനസ്സിലാക്കാനുള്ള സാധ്യതയൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഹിജറ? വെടിയുക എന്നാണ് ഭാഷാർത്ഥം. അഥവാ ഒരാൾ പള്ളിയിലേക്ക് പോവാണ്, തൻ്റെ ജോലി വെടിഞ്ഞുകൊണ്ട്, ഒരാൾ മദ്യഷാപ്പ് വെടിഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാൻ, സിനിമാശാല അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും. ഇതൊക്കെ ഭാഷയിൽ ഹിജറ എന്ന് പറയാം.
എന്നാൽ സാങ്കേതികമായിട്ട് ഹിജറ എന്ന് പറയുന്നത് തൻ്റെ സമ്പത്ത്, തൻ്റെ ജീവൻ, തൻ്റെ കുടുംബം, തൻ്റെ ദീൻ ഇതൊക്കെ അപകടത്തിലാണെന്ന് കാണുമ്പം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതിനാണ് ഹിജറ എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആൻ്റെ ഹദീസിൻ്റെ വെളിച്ചം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഖുർആനിൻ്റെ ഹദീസിൻ്റെ ടെക്സ്റ്റുകൾ മാത്രം എടുത്ത് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാതെ വിവരിക്കാൻ പോയാൽ പലർക്കും പല അപകടങ്ങളും സംഭവിക്കും. ഖാലി മാവർദി നാടുകളെ 5ആക്കി തിരിച്ച കാര്യം നേരത്തെ വിവരിച്ചിരുന്നു. അപ്പോൾ ചിലത് ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ നാടായിരിക്കില്ല, കുഫറിൻ്റെ നാടായിരിക്കാം. എന്നാൽ മുസ്ലിമീങ്ങൾ അവിടെ സുരക്ഷിതരാണ്. ദഅവത്ത് പോലും ചെയ്യാൻ സാധിക്കും. സമ്പത്തിനോ കുടുംബത്തിനോ ഹാനി സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള പല നാടുകളിൽ നിന്നും അവിടെ തന്നെ നിൽക്കലാണ് ചില വേള ശ്രേഷ്ഠമായി വരുന്നത് എന്ന് വിവരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പലപ്പോഴും ഇസ്ലാമിക നാടിലേക്ക് ഹിജറ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പിന്നെ പല നാട്ടിലെ മുസ്ലിമീങ്ങൾ പോയി താമസിക്കുമ്പോൾ അവിടെ ശ്വാസത്തിന് പൈസ കൊടുക്കണം, ലെവി അടക്കണം. ചെറിയ ജനിച്ച കുട്ടിക്ക് ലെവി അടക്കണം. നാട്ടിലേക്ക് വന്നാൽ വന്നതിന് വേറെ പൈസ, അവിടുന്ന് ശ്വസിക്കാത്തതിന് പൈസ. ചുരുക്കത്തിൽ ഇസ്ലാമിക നാടുകളിലേക്ക് പലപ്പോഴും മുസ്ലിം നാടുകളിലേക്ക് ഹിജറ അസാധ്യമായി വരികയാണ്. അവിടത്തേക്കുള്ളൊരു പലായനം എന്ന് പറയുമ്പം ഒരുപാട് പേര് കാനഡയിലേക്ക്, അമേരിക്കയിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്ത് പോകുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അവരുടെ ദീനിന്, സമ്പത്തിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പലായനം ചെയ്ത് പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം സുരക്ഷിതമായി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ചില വേള ഹിജറ പോകാതിരിക്കലാണ് നല്ലത് എന്ന് പോലും ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് പറഞ്ഞത് മക്ക കുഫറിൻ്റെ നാടാണ്, മദീന ഇസ്ലാമിൻ്റെ നാടാണ്. ഇത് രണ്ടുമില്ലാത്തൊരു എത്യോപ്യ ഉണ്ട്, ദാറുൽ അംൻ എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ വിശേഷിപ്പിച്ചതുപോലെ മുസ്ലിമുകൾ അവിടെ സുരക്ഷിതരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നാടിനെ ഇമാമുകൾ ഇനം തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ നമ്മളതിനെ ചില ആളുകൾ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇപ്പോൾ ജിഹാദ് എന്നുള്ള വാക്കിനെ പരക്കെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഹിജറ എന്ന വാക്കിനെയും ചില ആളുകൾ അറിയാതെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ജമാഅത്തിൽ പോകുമ്പോൾ ഇത് കോഴിക്കോട് നിന്ന് വടകരയിലേക്ക് ഹിജറ ചെയ്ത് വന്നു, ഇവരാരെങ്കിലും സഹായിച്ചാൽ അത് നുസ്രത്താണ്, അവർ അൻസാരി, ഇവർ മുഹാജിർ, ആ രീതിയിൽ മനസ്സിലാക്കുന്നത് ശരിയല്ല. കാരണം ഈ രണ്ട് സ്ഥലവും ഒരേ ഭരണത്തിന് കീഴിലാണ്. ഇവിടെ പറ്റാത്തൊരു സംഗതിയും ഇവിടെ സാധിക്കുന്നില്ല. അപ്പോൾ ഭാഷാപരമായ ഹിജറയാണെന്ന് പറയും, വെടിഞ്ഞു എന്നർത്ഥത്തിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ പോയതും ഹിജറയാണ്. തിരിച്ചു വരുന്ന സമയത്ത് സിനിമ ഹാളിൽ കയറാതെ അങ്ങോട്ട് വീട്ടിലേക്ക് നടന്നതും ഹിജറയാണ്. അപ്പോൾ ഈ വാക്കർത്ഥവും ഈ ഭാഷാർത്ഥവും സാങ്കേതികാർത്ഥവും തമ്മിൽ കൂട്ടിക്കുഴച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. ജിഹാദ് എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം പരിശ്രമം, ത്യാഗം എന്നൊക്കെയാണ്. സാങ്കേതികാർത്ഥം പോരാട്ടമാണ്. മക്കി സൂറത്തുകളിൽ ജഹദ വല്ലദീന ജാഹദു എന്നൊക്കെ വരുമ്പോൾ നമുക്ക് പരിശ്രമം എന്ന അർത്ഥം പറയാം. മദനി സൂറത്തിലാണെങ്കിൽ അതിൻ്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വേണം അർത്ഥം പറയാൻ. പലരും കൃത്യമായ യുദ്ധത്തിന് വന്ന ആയത്തുകളെ, ഹദീസുകളെ പരിശ്രമം, ത്യാഗം എന്ന അർത്ഥത്തിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. എന്താണ് സന്ദർഭം എന്ന് നോക്കിയിട്ട് വേണം അർത്ഥം പറയാൻ. ദുർവ്യാഖ്യാനത്തിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ എന്ന് പറയുമ്പോൾ പോലും കൂടെയുള്ളവർക്ക്, ജമാഅത്തിലോ മറ്റോ കൂടെയുള്ളവർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരുക്കാണെന്ന് വിശദീകരിച്ചവർ വരെയുണ്ട്. അഥവാ ഉള്ളി മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ തട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റൗ അടിക്കുന്ന സമയത്ത് മാറിപ്പോകുന്നത്, ഇതൊക്കെയാണ് അവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അങ്ങനെ പൊതുവായിട്ട് വല്ല നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് കാല് വെച്ച് കുത്തിപ്പോകുന്നതോ അങ്ങനെയൊക്കെ വിശദീകരിക്കാമല്ലോ. പൊതുവാക്കുകയാണെങ്കിൽ എല്ലാത്തിനും കൂടെ പൊതുവാക്കാം. ഇനി അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് വന്ന സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കി വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ ഈ അൻഫാൽ, അതുപോലെ തന്നെ സൂറത്ത് തൗബ, ഈ സൂറത്ത് തൗബയിൽ ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്ന ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഹുദൈബിയ സന്ധി നടന്നു. ഹിജറ 6 അല്ലെങ്കിൽ അതിനോടടുത്ത സമയത്ത് ഹുദൈബിയ സന്ധി നടക്കുകയാണ്. 10 വർഷത്തേക്കുള്ള യുദ്ധമില്ലാ കരാറാണ്. 2 വർഷം കൊണ്ട് തന്നെ മുശ്രിക്കുകൾ ലംഘിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള അവസരം കിട്ടി. അപ്പം ഈ കാലയളവിൽ റോമിൻ്റെ പ്രവിശ്യകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ ഫത്ഹ മക്കയും കൂടെ ആയപ്പം ഈ പരിസര പ്രദേശങ്ങളിലും കൂടെ, മക്കയുടെ പരിസര പ്രദേശങ്ങളിലും കൂടെ ഒരുപാട് ഏറ്റുമുട്ടലുകൾ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവിടെയാണ് സഹാബികളെ യുദ്ധത്തിന് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. പറഞ്ഞതെന്ന് വെച്ചാൽ, വാക്കർത്ഥം, ത്യാഗം, പരിശ്രമം എന്നുള്ളത് എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് സൂറത്ത് തൗബയിൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അവതരിച്ച ആയത്തുകൾ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു കുറ്റബോധം, ഇപ്പോൾ ഫലസ്തീനിലെ പ്രയാസങ്ങളൊക്കെ കാണുമ്പം നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന കുറ്റബോധവും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതും കൂടെ ഇല്ലാതാക്കും. കാരണം ത്യാഗം എന്നാണ് അർത്ഥം, പരിശ്രമം എന്നാണ് അർത്ഥം. നമ്മൾ പരിശ്രമിച്ചു, അങ്ങനെ നമ്മളുടെ കടമകളൊക്കെ കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുകയും ഉണ്ടാകേണ്ട ഒരു ഈമാനിക ചിന്തയും കുറ്റബോധവും ഇസ്തിഗ്ഫാറും കൂടെ ഇല്ലാതായി പോകും ഈ ദുർവ്യാഖ്യാനം നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് വിശദീകരിക്കാൻ സമയമില്ല, ചെറിയ രൂപത്തിൽ വിശദീകരിച്ചെന്ന് മാത്രം. ഇനി സൂറത്ത് തൗബയിൽ ഒരായത്തിനെക്കുറിച്ച് വലിയ വിമർശനമുണ്ട്. മുശ്രിക്കുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞു,
എന്നൊരു ആരോപണമാണ് പല സംഘ് പരിവാർ മുഖങ്ങളിൽ നിന്നും ഇസ്ലാമിനെതിരെ വരാറുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഖുർആൻ നിരോധിക്കണം. സൂറത്ത് തൗബയിൽ പറഞ്ഞു 4-ാമത്തെ ആയത്തിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ. 3-ാമത്തെയും 5-ാമത്തെയും ആയത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം തീരും. നിങ്ങളോട് കരാർ ചെയ്ത് ആ കരാർ ലംഘിക്കാത്തവരെ അവരോട് നിങ്ങൾ എല്ലാ കരാറുകളും പൂർത്തിയാക്കണം. ഓക്കെ, എന്നിട്ട് അവർക്ക് കാലാവധി നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ കരാർ ലംഘനത്തെക്കുറിച്ചാണ് സൂറത്ത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. കരാർ ലംഘനം നടത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിനെക്കുറിച്ചാണ് സൂറത്തിൽ പറഞ്ഞു വരുന്നത്. അതുപോലെ കരാർ പാലിക്കുന്നവരോട് നിങ്ങൾ കരാറുകളെ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കരാർ ലംഘിക്കുന്ന സാഹചര്യം, അവർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം വന്നപ്പം അവിടെയാണ് ഈ കാലാവധിയും കരാറൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരാർ ലംഘനം നടന്നാൽ യുദ്ധമുഖത്ത് വധിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത വചനത്തിൽ പറഞ്ഞതോ ആരെങ്കിലും അഭയം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് അഭയം നൽകുകയും അവരെ നിർഭയമായ സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യണം. അപ്പോൾ കരാർ ലംഘനത്തെപ്പറ്റി മുമ്പ് പറഞ്ഞതും നിർഭയത്വം ചോദിച്ചാൽ നിർഭയത്വം നൽകണമെന്ന് ശേഷം പറഞ്ഞതും ഈ 1 മുതൽ 3 വരെയുള്ളതും 5 ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് 4-ാമത്തെ ആയത്ത് സാധാരണ ചൂണ്ടിക്കാണിക്കാറുള്ളത്. അതുപോലെ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പോരാടേണ്ട ഒരു സാഹചര്യം വരുമ്പം നിങ്ങൾ വേറെ ഒരു കർമ്മത്തെയും അതിനേക്കാൾ മുകളിൽ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹാജിമാർക്ക് വെള്ളം നൽകുന്നതും പരിശുദ്ധ ഹറമിന് സേവനം ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള പോരാട്ടത്തെക്കാൾ വലുതായി കാണുകയാണോ? പോരാട്ട മൈതാനങ്ങളിൽ യുദ്ധമുഖത്ത് അക്രമികളെ ഏറ്റുമുട്ടുന്ന സൈന്യങ്ങൾ, പടയാളികൾ, ഗുഹാമുഖത്തുള്ളവർ, അവരുടെ ഓരോ മണിക്കൂറും ഈ ഹറമുകൾക്കുള്ള എത്രയോ വർഷങ്ങളുടെ സേവനത്തെക്കാൾ വലുതാണ്. നിങ്ങൾ ഒരിക്കലും ലാ യസ്തവൂന ഇൻദല്ലാഹ്, ഒരിക്കലും നിങ്ങൾ ഇതിനേക്കാൾ വലുതായി കാണരുത്. കാരണം അതുള്ളത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത്. അങ്ങനെ വിശദമായിട്ട് അല്ലാഹു തആല ഇതിൻ്റെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യമാർ, സഹോദരങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, ഖുൽ ഇൻ കാന ആബാഉക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, നഷ്ടം ഭയപ്പെടുന്ന കച്ചവടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങൾ, ഇതൊന്നും അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള പോരാട്ടത്തെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാകരുത്. അങ്ങനെ ആയാൽ അള്ളാഹുവിൻ്റെ നടപടിയെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അഥവാ മുസ്ലിം ഉമ്മത്തിൻ്റെ താഴോട്ടേക്കുള്ള പതനം ആരംഭിക്കുന്നത് ഈ ഭീരുത്വത്തിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിൽ നിന്നുമാണ്. ശേഷം അല്ലാഹു തആല ഹുനൈനിൽ നൽകിയ സഹായം, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറത്തിൻ വയൗമ ഹുനൈനിൻ. അപ്പോൾ ബദറിനെ പറ്റി പറഞ്ഞു. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് സഹായം. ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഹുനൈനോ ഫത്ഹ് മക്കയൊക്കെ ആ സമയത്ത് നടന്ന് മുസ്ലിമീങ്ങൾ വലിയ പ്രതീക്ഷയിൽ, അതായത് 3 ഇരട്ടിയാണ് മുസ്ലിമീങ്ങൾ, നിഷേധികളാകട്ടെ 3-1, 3000, ഇവിടെ 10,000. അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തി കൊണ്ട് ജയിക്കേണ്ടതാണ്. ഞങ്ങൾ ലൻ നുഗ്ലബൽ യൗമ മിൻ ഖില്ല, ആൾ കുറഞ്ഞതുകൊണ്ട് ഇന്ന് പരാജയം ഉണ്ടാവുകയില്ലെന്ന് ചിന്ത സഹാബികൾക്ക് വരികയും ചെയ്തു. അല്ലാഹു തആല പറയാണ്, ആ ഉൾനാട്യം, അഹങ്കാരമല്ല, അതിൻ്റെ ചെറിയ വേർഷൻ, അതിൻ്റെ അനുജനെന്ന് പറയാം, ഉൾനാട്യം. ഇദ് അഅജബത്കും കസ്റത്തുക്കും, ഞങ്ങൾ കൊള്ളാം എന്ന് തോന്നി, നിങ്ങളുടെ ആൾപ്പെരുപ്പം നിങ്ങൾക്ക് ഉൾനാട്യമുണ്ടാക്കി, ഉജബുണ്ടാക്കി. ഫലം തുഗ്നി അൻകും, നിങ്ങൾക്കതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. ഭൂമി നിങ്ങൾക്ക് ഇടുക്കമായി തോന്നി, നിങ്ങൾ പിന്തിരിഞ്ഞോടിക്കളഞ്ഞു. അപ്പോൾ അള്ളാഹുലുള്ള തവക്കുൽ നമുക്ക് വിട്ടുപോയാൽ, നമ്മുടെ കഴിവ് കൊണ്ട്, പത്രാസ് കൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈമാനുള്ളവരെ അള്ളാഹു ചില സമയത്ത് പിടികൂടും. ഭൂമി ഇടുക്കമായി തോന്നും, ഒരു പദ്ധതിയും വിജയിക്കുന്നില്ല, ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന സാഹചര്യം ഈമാനുള്ളവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും, അള്ളാഹുവിലേക്ക് തിരിയാൻ വേണ്ടി. ശേഷം അള്ളാഹു അവൻ്റെ സക്കീനത്ത് ഇറക്കി, അവൻ്റെ സൈന്യത്തെ ഇറക്കി. അപ്പോൾ ബദറിലെ മലക്കുകൾ ഇറക്കിയതുപോലെ അള്ളാഹു ഹുനൈനിലെ മലക്കുകൾ ഇറക്കിയെന്ന് പറഞ്ഞാൽ, ബദറാകട്ടെ ഹുനൈനാകട്ടെ, 3 ഇരട്ടിയാകട്ടെ, 3-1 10-1, 10 ഇരട്ടിയാവട്ടെ, എല്ലാ സജ്ജീകരണവും ഉണ്ടാകാതിരിക്കട്ടെ, സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, വിജയം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. പിന്നെ 42-ാമത്തെ ആയത്ത് മുതൽ നിഫാഖിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതിന് മുമ്പ് നബിതങ്ങൾ അള്ളാഹു സൗർ ഗുഹയിൽ സഹായിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. സഹാബികൾക്ക് താക്കീത് നൽകുകയാണ്, നിങ്ങൾ ആരും സഹായിക്കൂല എന്ന് തീരുമാനിച്ച കളയരുത്, അല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമുള്ള സമയത്ത് അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അപ്പം ആരുമില്ല, 2 പേരായിരുന്ന സമയത്ത് അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ ഈമാൻ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്ന് പറഞ്ഞ സംഭവം അവിടെ കാണാം. പിന്നെ 42-ാമത്തെ ആയത്ത് മുതൽ മുനാഫികളെ കുറിച്ചുള്ള നീണ്ട വിവരണമാണ്. അതിൽ അവർ ചെറിയ ത്യാഗമൊക്കെ എടുക്കും, വലിയ കേസിനൊന്നും അവരെ കിട്ടില്ല. പിന്നെ പലപ്പോഴും അവരിങ്ങനെ പല എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കും, നബിയെ വീട്ടിൽ പോകണം, അതുണ്ട് ഇതുണ്ട്. ഹന്തക്കിൽ പറഞ്ഞു വീട്ടിൽ ആളില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞു അവിടെ പോയാൽ റോമക്കാരായ വെള്ളക്കാരികളായ സ്ത്രീകളുണ്ട്, ഞങ്ങളെ നോട്ടൊക്കെ തെറ്റിപ്പോകും. അങ്ങനെ നല്ല പിള്ള ചമഞ്ഞു. അങ്ങനെ പല രീതിയിലാണ് അവർ വന്നാൽ തന്നെ പ്രശ്നമാണ്, അവർ കുഴപ്പമുണ്ടാക്കും. മുഅ്മിനീങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കും. നിസ്കരിക്കുമ്പോൾ അവർ മടിയോടെ നിസ്കരിക്കുന്നു.
ചിലവാക്കുമ്പോൾ അവർ വെറുപ്പോടെ ചിലവാക്കുന്നു. അപ്പോൾ ഇത് മുനാഫികളെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ സംഗതി, ഈമാനിക ബലഹീനത കൊണ്ട് ഈ അടയാളങ്ങൾ നമ്മളിൽ വരാതെ നമ്മൾ സൂക്ഷിക്കണം. ഈമാൻ്റെ അടയാളങ്ങൾ നമ്മുടെ അമലുകളിൽ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ആ കൂട്ടത്തിൽ പലപ്പോഴും അവർ നബിതങ്ങളെ തങ്ങൾ വിഹിതം വെക്കുമ്പോഴൊക്കെ ആക്ഷേപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അള്ളാഹു സക്കാത്തിൻ്റെ 8 അവകാശികളെക്കുറിച്ച് ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് തുടങ്ങുന്ന ആയത്തും 60-ാമത്തെ ആയത്തിൽ ആ 8 അവകാശികളെക്കുറിച്ചുള്ള പരാമർശം കാണാം. വീണ്ടും മുനാഫികൾ ഒരുപാട് ദുർഗുണങ്ങൾ, മുഅ്മിനീങ്ങളെ പരിഹസിക്കൽ അവരുടെ സ്ഥിരം ജോലിയാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നന്നായിട്ട് ദാനം ചെയ്താൽ അവർ പറയും ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആരെങ്കിലും കുറച്ച് കൊടുത്താലോ, ഇതിപ്പോൾ കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ തബൂക്കിലേക്കുള്ള സൈന്യത്തൊക്കെ തയ്യാറാക്കുമ്പം കുറേ അധികം ദാനം ചെയ്തവരെ പറ്റി പറഞ്ഞു ഇന്നഹു മുറായിൻ. എന്നാൽ കുറച്ച് ദാനം ചെയ്ത സാധുക്കളോ, അവരെയും പരിഹസിച്ചു. ഇത് കിട്ടിയിട്ട് ഇപ്പോൾ എന്താ കാര്യം? ആരെങ്കിലും കുറച്ച് ഗോതമ്പൊക്കെ കൊടുക്കുമ്പോൾ അള്ളാഹുത്തിൽ ഇവരുടെയൊക്കെ സദക്കകൾ സ്വീകരിക്കുകയും ഈ മുനാഫികൾ അള്ളാഹു പരിഹാസ്യരാക്കുകയും ചെയ്യും. തബൂക്കിൻ്റെ സംഭവം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത പേജുകൾ, അടുത്ത ജുസ്ഇലായിട്ട് പോകാൻ സാധിക്കാതിരുന്ന 3 പേരുടെ സംഭവം വിവരിക്കുന്നുണ്ട്. ഇവിടെ തബൂക്കിനെ കുറിച്ച് ഈ ജുസ്ഇൽ പറഞ്ഞിട്ടുള്ളത് കഠിനമായ ചൂടാണ്, വിളവെടുപ്പിൻ്റെ സമയമാണ്, ദൂരയാത്രയാണ്, മുഅ്മിനീങ്ങൾ തയ്യാറായി. മുനാഫികൾ പറഞ്ഞു ചൂടുകാലത്ത് പോകരുത്. അള്ളാഹു പറയാണ് നരകത്തിൻ്റെ തീ ഇതിനേക്കാൾ ചൂടുള്ളതാണ്. അപ്പോൾ ഈമാനിനെയും നിഫാഖിനെയും വേർതിരിക്കുന്ന ഏറ്റവും കടുത്ത ഈമാനിക പരീക്ഷണത്തിൻ്റെ സംഭവങ്ങൾ, ജിഹാദിൻ്റെ സംഭവങ്ങൾ, മുസ്ലിം സൈന്യങ്ങളുടെ സംഭവങ്ങൾ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.